ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അറിവും ഭാഗ്യവും സമന്വയിക്കുന്ന സൂര്യ കോമഡിയുടെ സ്ക്രാച്ച് എമ്മിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരവധി പേർ ഭാഗ്യം പരീക്ഷിച്ചു പോയി അല്ലേ? അതേ വേദിയിൽ ഇന്ന് അറിവിന്റെ വേദിയിൽ ഭാഗ്യം കൂടെ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു അമ്മയും മകളാണെന്നുള്ള വ്യത്യാസം കൂടിയുണ്ട്. ഹായ്, എൻ്റെ പേര് സിനി സുനിൽ. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഹായ്, എൻ്റെ പേര് വിസ്മയ. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, 2 മക്കള്, അമ്മയും ഉണ്ട്. ഞാൻ MSc കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. കൂടാതെ ഞാനൊരു ഡാൻസറും കൂടിയാണ്. സ്വന്തമായിട്ട് തിരുവാതിര ടീമുണ്ട്. നൃത്തലയ എന്നാണ് പേര്. ഞാൻ എൻ്റെ മകളോടൊപ്പം സൂര്യ കോമഡിയിലെ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. പലപ്പോഴും വേദികളിൽ ഒരുമിക്കുന്ന ആളുകളാണ് അല്ലേ? അത് ഡാൻസിന്റെ രൂപത്തിലാണ്. പക്ഷെ ഇന്ന് വരുന്നത് മാറ്റമുണ്ട് അല്ലേ? ഇന്ന് എന്താ പ്രത്യേകത? ഇന്നൊരു അറിവും ഒരു ഇതിൻ്റെയും കൂടി ഉള്ള കുറച്ച് ഭാഗ്യം കൂടി ഉണ്ട്. കുറച്ച് ജീവിതത്തിൽ ഭാഗ്യമുള്ള ആളുകളാണോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താ ഭാഗ്യം? ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താ? കുറെ വേദികളിൽ ഞങ്ങൾക്ക് അമ്മയ്ക്കും മോൾക്കും നല്ലൊരു ഡാൻസേഴ്സ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ അമ്മേനെ തന്നെ കിട്ടുമ്പോൾ? ബാക്കി നമ്മൾ ഫ്രണ്ട്സ് കളിക്കുന്നു അല്ലെങ്കിൽ കോളേജിൽ കളിക്കുന്നു എന്ന പോലെയല്ല, കുറച്ചുകൂടി ഒരു പ്രൊഫഷണലി ഡിഗ്രി ചെയ്യുമ്പോൾ മാറ്റമുണ്ട്. അമ്മ കൂടി ഉണ്ടാകുമ്പോൾ പേടിയാണോ? കുറച്ചുകൂടി ഇഷ്ടം സന്തോഷം ഉണ്ടാവും, എന്നാൽ പോലും ഒരു ടെൻഷൻ ഉണ്ടാവോ? ഈ സിറ്റുവേഷനിലാണ് എനിക്ക് ആളെ ചീത്ത പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതേ തിരിച്ച് ഇങ്ങോട്ടാ കിട്ടുക അല്ലേ? എന്നെ പഠിപ്പിച്ചതും കൂടി അവളാണ്. അവള് കാരണമാണ് എനിക്ക് കിട്ടുന്ന സാഹചര്യം ഇതാണ്. സാധാരണ പറയും നമ്മൾ ടീച്ചേഴ്സിന്റെ മക്കളുണ്ടെങ്കിൽ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളാണെന്ന് തോന്നുന്നില്ല, ടീച്ചറായിട്ട് തന്നെ പെരുമാറുന്നുണ്ട്. ഇവിടെ നേരെ തിരിച്ചാണ് അല്ലെ? അമ്മയാണ് ശരിക്കും സ്റ്റുഡന്റ് ആയി നിൽക്കുന്നത്. അപ്പൊ അതേപോലെ അമ്മയാണെന്നുള്ളതൊക്കെ ദേഷ്യപ്പെടാൻ തോന്നുമ്പോൾ ഇതൊക്കെ വരുമോ? ദേഷ്യപ്പെടണോ വേണ്ടോ എന്നുള്ള വരാറുണ്ട്. പിന്നെ ഒട്ടും നോക്കാറില്ല, നല്ല ദേഷ്യപ്പെട്ടില്ല ഉണ്ടല്ലേ? ഇവിടെ തുറന്നു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും തുറന്നു പറയും. ഉണ്ട്. ഈ ദക്ഷിണ വെച്ചത് എന്തായിരുന്നു? അത് കേൾക്കട്ടെ. പുറത്തു പറയാൻ കൊള്ളില്ല ഇല്ലേ ടീച്ചറെ? പറയൂ. അങ്ങനെ ദക്ഷിണായിട്ട് അങ്ങനെ കൊടുത്തു തുടങ്ങിയില്ല. ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളിവിടെ മത്സരിച്ച് അല്ലെ, എത്ര എമൗണ്ട് കിട്ടുന്ന അറിയില്ല, എമൗണ്ട് ആവട്ടെ ടീച്ചർക്കുള്ളത് അല്ലെ, ദക്ഷിണ ആവട്ടെ. റെഡി? അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്. അപ്പൊ നമുക്ക് 3 റൗണ്ടുകളിലൂടെയായിരിക്കും നമ്മുടെ അല്ലെ ഭാഗ്യ പരീക്ഷണം പോവുക. അപ്പൊ ആദ്യം അറിവ് ശരിയാണോ നോക്കണം, അതിനുശേഷമായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് എത്തുന്നതിൽ എത്രത്തോളം ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് നോക്കുക. അപ്പൊ 3 റൗണ്ടിലായിരിക്കും. ആദ്യത്തെ റൗണ്ടിൽ 30 സെക്കൻഡ്സ് സമയപരിധി വരുന്ന 2 ചോദ്യങ്ങളായിരിക്കും വരിക. അടുത്ത റൗണ്ടിലോട്ട് പോകുമ്പോൾ അത് 1 മിനിറ്റ് ആയിരിക്കും, പക്ഷെ ഫേസ് ടു ഫേസ് നിന്നോട്ടായിരിക്കും അത് മത്സരിക്കുക. ആൻഡ് ഫൈനൽ റൗണ്ടിൽ, 3rd റൗണ്ടിൽ നിങ്ങളുടെ ഉള്ളിലെ അല്ലെ ഇതുവരെ നൃത്തം അറിയാം, നിങ്ങളുടെ ഉള്ളിലെ വര കൂടി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പരീക്ഷിക്കുന്ന റൗണ്ട് കൂടിയായിരിക്കും. റെഡി? സോ നമുക്ക് ആദ്യത്തെ റൗണ്ടിലെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ഭാഗ്യത്തിന്റെ കാർഡ് തരട്ടെ. ഓക്കെ, സേഫ് ആയിട്ട് വെച്ചോളൂ. ഉത്തരം ശരിയാവുമ്പോൾ കോയിൻ വെച്ചത് സ്ക്രാച്ച് ചെയ്യാവുന്നതാണ്. റെഡി? അപ്പൊ എന്തായാലും ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാലോ അല്ലെ? അപ്പൊ എന്തായാലും വരവ് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് സംഭാവന നൽകിയിട്ടുള്ള ഇന്നസെന്റിന്റെ അല്ലെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം അങ്ങനെ തന്നെയാവട്ടെ. മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലെ ഇന്നസെന്റ് ഏട്ടൻ അഭിനയിച്ച 5 സിനിമകളാണ് 30 സെക്കൻഡ്സ് നിങ്ങൾ വരുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മൺചിത്രത്താഴ്, ദേവാസുരം, അടിപൊളി, രാവണപ്രഭു, കാബൂളിവാല, യെസ്. നാളായിട്ട് ഒന്നും കൂടി എനിക്ക് തോന്നുന്നു വന്ന ലിസ്റ്റ് തന്നെ കിടിലൻ സിനിമകളുടെ ലിസ്റ്റിലൂടെയാണ് തുടങ്ങിയത്. അത് ബുദ്ധിപരമായ നീക്കം. ദേവാസുരം പറഞ്ഞപ്പോ തീർച്ചയായിട്ടും രാവണപ്രഭുവിൽ ഉണ്ടാവുമല്ലോ അല്ലെ? അവിടെ മരിക്കാത്ത ക്യാരക്ടർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും 2ാം ഭാഗത്തിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളത് അച്ഛനും നല്ലായിരുന്നു. അതുപോലെ തന്നെ കാബൂളിവാല ഒക്കെ പറഞ്ഞ ലിസ്റ്റിലെ അസാധ്യ അല്ലെ പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഞെട്ടിച്ച കണ്ടിട്ടുണ്ടോ നാട്ടിൽ വെച്ച് എപ്പോഴെങ്കിലും? കണ്ടിട്ടുണ്ട്. പിന്നെ കലയുടെ സമ്പന്നമായ ഭൂമിയിൽ നിന്ന് വന്ന് ഒട്ടേറെ സമ്മാനം കൂടി നേടാനുള്ള ആദ്യത്തെ അവസരം തീർച്ചയായിട്ടും ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. തെളിഞ്ഞു വരുമ്പോഴേക്കും പറഞ്ഞു ഊണക്കാണെന്നുള്ളത് അല്ലേ? ഓക്കെ, ഇത് കാണുന്നുണ്ടോ? എത്രയാണ്? 300 രൂപ. 300 രൂപയാണ്. സോ ഫസ്റ്റ് റൗണ്ടിൽ അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നേടിയിട്ടിരിക്കുന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നേടാൻ മാത്രമല്ല നഷ്ടപ്പെടാനുള്ള അവസരം കൂടി ഇത് വരും. നഷ്ടപ്പെടാൻ നമ്മൾ അവസരം എന്ന് പറയാൻ പാടില്ലെങ്കിൽ പോലും അല്ലെ, അതിനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എമൗണ്ട് ആയിട്ട് തന്നെ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് 300 രൂപ ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തായാലും ആദ്യത്തെ അറ്റംപ്റ്റ് വെറുതെ ആയില്ല.
റെഡി? സ്വാതിപോട്ടെ കൂടുമല്ലോ അല്ലേ? കൂടും തീർച്ചയായിട്ടും. കൂടില്ലേ? യെസ്. ആൻഡ് എപ്പോഴും നൃത്തം നമുക്ക് ഇഷ്ടമുള്ളതാണ്, കാണാൻ ഇഷ്ടമാണ്, നമ്മൾ ചെയ്യുമ്പോൾ ഇഷ്ടമാണ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടോ? ഈ ഇഷ്ടം ആർക്ക് തോന്നിയത് ഇങ്ങനെ? ഇപ്പോൾ ഡാൻസിലോട്ട് വരാൻ മകള് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാനായിട്ട് അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞാണോ അത് ഇങ്ങോട്ടായിരുന്നു അപ്രോച്ച്? എങ്ങനെയായിരുന്നു അത് കൺവിൻസ് ചെയ്തത്? ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. അതിനുശേഷം ഒരു പുതിയൊരു ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അടുത്തുള്ള നൃത്തലയ ഉണ്ട്, പിന്നെ നർത്തന എന്ന് പറയുന്ന മുന്നൊരു ടീം ഉണ്ടായിരുന്നു. അതിലായിരുന്നു അമ്മ ആദ്യമായിട്ട് വിളിച്ചത്. പിന്നെ ഞാൻ പഠിപ്പിച്ച എല്ലാവരെയും കൊണ്ട് പഠിപ്പിച്ചു. പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തു, TV ഷോസ് ചെയ്തു. പിന്നെ തിരുവാതിരക്കളിയിലേക്ക് മാറി. അങ്ങനെ ഒരുപാട് ടീമിലേക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം കിട്ടി. ഇപ്പൊ അമ്മ പഠിപ്പിച്ചു തുടങ്ങിയോ? പോയി. അപ്പൊ നമ്മൾ ആ ചാർജിങ് എടുത്തു അല്ലെ? ഇനി ഞാൻ ഗുരു ആ ലൈനാണ് നിന്ന് വന്നു. പക്ഷെ ഇത്രയും ഷോസ് ചെയ്തല്ലേ, ഇത്ര എമൗണ്ട് വന്നോണ്ടിരിക്കുക. അപ്പം എങ്ങനെ അമ്മയ്ക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നൊക്കെ പറയുന്നത് അല്ലേ? കളി പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ മുൻകൂട്ടി അങ്ങനെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു പരിപാടി ഇല്ല. എല്ലാവർക്കും ഉള്ളത് കൊടുക്കുന്നുണ്ടോ? അമ്മയാണ് ഇത് കഴിഞ്ഞിട്ട് ഡീൽ ചെയ്യാനുള്ള ഒന്നുമില്ല. ഇല്ല, ഡീലിംഗ് നിങ്ങൾ തന്നെയാണോ? ഐ മീൻ വേറെ ഗ്രൂപ്പ് മാനേജേഴ്സും തന്നെയാണ് നോക്കിയിരുന്നത് ഡീൽ ചെയ്യുന്നത്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയത് സാധാരണ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് പോകണം അല്ലെ? ആ റൗണ്ടിൽ മുമ്പായിട്ട് എന്ത് വേണം? ഭാഗ്യം കൂടി അറിയണം. തീർച്ചയായിട്ടും നൃത്തത്തെ കുറിച്ച് വാർത്തവരാതെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ, നൃത്തം അത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ മലയാളത്തിലെ നൃത്തവുമായി ബന്ധപ്പെട്ട് അത്രയും ഇഷ്ടപ്പെട്ട നടി കൂടിയാണ് ശോഭന. സോ ഫസ്റ്റ് റൗണ്ടിലെ അടുത്ത ചോദ്യം അത് തന്നെയാണ്. ശോഭന അഭിനയിച്ച 5 സിനിമകളാണ് നിങ്ങൾക്ക് അനുവദിക്കുന്നത്. 30 സെക്കൻഡ്സിൽ പറയേണ്ടത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മണിച്ചിത്രത്താഴ്, മഴയത്ത് മുൻപ്, തുടരും. യെസ്. ഈ കാലഘട്ടത്തിലേക്ക് വന്നു. അവിടെ ആ കാലഘട്ടം പിടിച്ചു, ഇവിടെ ഈ കാലഘട്ടം പിടിച്ചു. ആവശ്യമുണ്ട്. യെസ്. ഒന്നുകൂടെ പഴയ സിനിമകൾ എത്രയോ സിനിമകൾ. 2 സിനിമ അവിടുന്ന് വന്നു, 2 സിനിമ ഇവിടുന്ന് വന്നു. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പകുതി സമയം ഓൾറെഡി കഴിഞ്ഞു. എത്ര സിനിമകൾ, ലാലേട്ടൻ സിനിമകൾ ആലോചിക്കൂ. മായാമയൂരം. യെസ്, ഇത് അവിടുന്ന് പോയി കഴിഞ്ഞ് മണിച്ചിത്രത്താഴ് 2 സിനിമയിലും മണിച്ചിത്രത്താഴ് പിടിച്ചു. ഇത് പെട്ടെന്ന് ചോദിക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നോക്കാം അല്ലേ? ഇനി എത്രത്തോളം എമൗണ്ട് ഇതിൽ കൂടുവോ കുറയോ ഉള്ളത് പോവോ എന്നറിയാൻ സമയം കൂടിയാണ്. എമൗണ്ട് തന്നെയാണ് അല്ലേ? അപ്പൊ കുറച്ച് ടെൻഷൻ മാറി. 75 ആണ്. സോ എന്തായാലും വലിയ എമൗണ്ടിലോട്ട് കൂടി പോയിട്ടില്ലെങ്കിലും അല്ലെ, നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സോ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം കഴിയുന്ന സമയത്ത് 300 + 75 അല്ലെ, 375 ആണ്. നഷ്ടങ്ങളില്ല, നേട്ടങ്ങളേ ഉള്ളൂ. വലിയ നേട്ടങ്ങൾ ഇനി സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അതെ. സോ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ 375 ആയിട്ട് മുന്നേറുകയാണ്. അപ്പം എന്തായാലും നഷ്ടപ്പെടുകയില്ല, ഇനിയും നേടാൻ കൂടി പറ്റട്ടെ. ഡെവലപ്പ് ആവട്ടെ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കൂടെ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റട്ടെ. ആൻഡ് ഈ റൗണ്ടിലെ എന്താ പ്രത്യേകത? സമയം 1 ഇരട്ടിക്കും. സോ അത് കുറച്ച് പ്ലസ് ആണ് അല്ലേ? പക്ഷെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കില്ല, 2 പേര് ഫേസ് ടു ഫേസ് ആയിരിക്കും. ഒരാൾ എൻ്റെ അടുത്ത് വരും വരിക. ആ ആൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ മൂവിയിൽ ഡയലോഗ് വായിക്കും. ആ ഡയലോഗ് കേട്ടുകൊണ്ട് മൂവി ഏതാന്ന് ഗസ് ചെയ്യണം. റെഡി? സോ അതേപോലെ തന്നെ അവിടെ നിന്ന ആൾ പിന്നീട് അടുത്ത ചോദ്യം ഇങ്ങോട്ട് വരണം. ഓക്കെ, എന്തായാലും റൊട്ടേറ്റ് ചെയ്ത് പോകും. 2 പേര് കൂടെ നിന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഭാഗമായിട്ടേ പോവുള്ളൂ. സോ റെഡി? ഓക്കെ. അപ്പൊ ആദ്യത്തെ ആൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കാർഡ് വേണ്ടേ? ഇത് കൂടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെടുത്തു. ഇനി ഒരാൾ ഇങ്ങോട്ട് വരണം. ആരാദ്യം വരാൻ പോണേ? ആദ്യം തന്നെ പക്കോ അല്ലേ? അങ്ങ് വിട്ടു. അപ്പൊ എന്തായാലും ഒപ്പുള്ള ആൾ ഇപ്പുറത്ത് വരുമ്പോ ടെൻഷൻ ഉണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് അല്ലെ? ഇങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കേണ്ടി വരുന്നു വിചാരിച്ചു. അവിടെ ഡയലോഗ് വായിച്ചാൽ മതിയായിരുന്നു. അതിപ്പോ തോന്നുന്നു. പേടിക്കണ്ട, അതിനുള്ള അവസരം വരും. അപ്പൊ ഞാൻ മെല്ലെ കാർഡ് തരട്ടെ? ആദ്യം എന്തെങ്കിലും വായിച്ചു നോക്കിക്കോളൂ. സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ ആണ്. സോ ഇവിടെ ഡയലോഗ് വായിച്ചിട്ടുണ്ട്. ആ ഡയലോഗ് പറയും, സിനിമയുടെ പേര് പറയില്ല. ഡയലോഗ് കേട്ടിട്ട് മൂവി ഏതാണെന്നുള്ളത് ഗസ് ചെയ്യണം. മൂവി റൗണ്ട് ആണ്. റെഡി? സോ ടൈം തരട്ടെ? ടൈം സ്റ്റാർട്ട്സ് നൗ. പോകാം, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരികിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറന്നോട്ടെ. കത്തിക്കുമ്പോൾ തീ ഉപയോഗിക്കരുത്. പിന്നെ ഈ വടിയിട്ട് കുത്തിയിളക്കണ പരിപാടി വേണ്ട. ശവത്തിനായാലും മറ്റുള്ളവർ കുത്തിവേദനിപ്പിക്കണ കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കുചേല ഭക്തൻ മറ്റുള്ളവർക്കൊരു ലഗേജ് ആകരുത്. ഭയങ്കര കോമഡി സീൻ കൂടിയാണ്. പരിചയമുള്ള ഡയലോഗാണ്. പ്രത്യേകിച്ച് നാട്ടുകാരൻ കൂടിയാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് ഒപ്പമില്ല.
അവിടെ ഒരു 10 തൊട്ടടുത്ത് കിടക്കുന്നു. നാട്ടുകാരെന്ന് പറയുമ്പോ കുറച്ചുകൂടി നീണ്ടു വരും അല്ലേ? ടോവിനോടെ സിനിമയാണ്. അല്ല, കുറച്ചുകൂടി പഴയ സിനിമയാണ്. നാട്ടുകാരെന്ന് പറയുമ്പോ ഇരിക്കാലക്കുടക്കാരെ ആലോചിക്കണ്ട, കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി നീങ്ങി ചാലക്കുടി വരെയൊക്കെ പോവാം. ടൈം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൗണ്ടർ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യും. കുബേരൻ. ഉറപ്പാണോ? അതെ അതെ. കുബേരനിൽ ആര് പറഞ്ഞു? മൺചേട്ടൻ. Right answer. ഇത് നാട്ടുകാരെന്ന് പറഞ്ഞോണ്ടിരിക്കും. അത് മാത്രമായി ചിന്ത. ഡയലോഗ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഉണ്ട്. ഇത് ഒരുപാട് തവണ കണ്ട സിനിമയാണ്. ഇവിടെ കിടന്ന് വട്ടത്തിൽ കളിക്കുന്ന നാട്ടുകാരെന്ന് പറഞ്ഞപ്പോ എന്തായാലും അറ്റംപ്റ്റ് വെറുതെ ആയില്ല. കൺഗ്രാറ്റുലേഷൻസ്. അവിടെ നിന്നോളും, ഭാഗ്യമുണ്ട്. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞല്ലോ, അതിൽ കുറെ നേരം നിന്ന് എമൗണ്ട് തന്നെയാണ് അല്ലെ? യെസ്. പക്ഷെ 3 അക്കത്തിൽ തന്നെയാണ് വീണ്ടും കിട്ടിയിരിക്കുന്നത്. 250 ആണ് അല്ലെ? സോ നേരത്തെ 375 ഉണ്ടായിരുന്നു. അപ്പോ 325 പ്ലസ് 625 റൈറ്റ് അല്ലെ? 625 രൂപ അല്ലേ? എന്തെങ്കിലും മാറ്റം പറഞ്ഞു ഞാൻ. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും എമൗണ്ട് കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു 4 അക്കത്തിലോട്ട് അല്ലെ കിടക്കാം. ഇനി അതല്ലെങ്കിൽ പോവുകയും ചെയ്യാം. ഇതെല്ലാം ഒരു മിഡിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും അടുത്ത ഭാഗ്യ പരീക്ഷണം കൂടി തന്നെ വളരെ പെട്ടെന്ന് ഞാൻ തരട്ടെ. റെഡി? പിന്നെ കാർഡ് വെച്ചോ, എന്നിട്ട് അമ്മങ്ങ് പോരെ. വിസ്മയ, അമ്മ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി അത് കറക്റ്റ് പോവാതെ തിരിച്ചു പിടിക്കണം അല്ലെങ്കിൽ കൂടെ നിൽക്കണം എന്നുള്ളത് അവിടുത്തെ ചലഞ്ച് കൂടിയാണ്. സോ വായിച്ചു നോക്കിക്കോളൂ, സമയമാകുമ്പോൾ ഉറക്കെ പറഞ്ഞാൽ മതി. ഈസി അല്ലേ? ഈസിയിൽ ചിരിക്കുമ്പോൾ അവിടെ ചിരിക്കുന്നു. പക്ഷെ നമുക്ക് സിനിമ മനസ്സിലായി എന്നുള്ള രീതിയിലേക്ക് അവിടെ എക്സ്പ്രഷൻ വാരി വിതറൂ. ഭാവങ്ങൾ കാര്യമായിട്ട് ഇട്ട് കൊടുക്കുന്നവരല്ലേ എന്തായാലും അല്ലേ? ഓക്കെയാണ്. സമയം തരട്ടെ. സോ നമുക്ക് 60 സെക്കൻഡ്സുകളുണ്ട്. പക്ഷെ അതിനുള്ളിൽ പെട്ടെന്ന് പറയാന്നുള്ളതും കൂടി ഉണ്ട്. അപ്പൊ വായിച്ചു കൊടുക്കുമ്പോൾ കിട്ടുമ്പോൾ തന്നെ വേണമെങ്കിൽ ആലോചിച്ച് ഗസ് ചെയ്യാവുന്നതാണ്. സോ വിസ്മയ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ലജ്ജിക്കുക കേരളമേ, ലജ്ജിച്ച് തലതാഴ്ത്തുക കേരളമേ. റിപ്പർ ചന്ദ്രന് ശേഷം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സീരിയൽ കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ചക്രവാളത്തിലെ ജീവഗണങ്ങളുടെ ആദ്യ താളത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റികടിച്ചു കൊല്ലുന്ന മരണനാളത്തിന്റെ മിടുപ്പിലേക്ക് ആമാശയത്തിലെത്തിക്കാൻ കൊതിക്കുന്ന നൊമ്പര പൂവമ്പഴങ്ങളുടെ കരച്ചിലിനെ സാക്ഷ്യമാക്കിയ ആ ജീവനെ വെളിച്ചം കൂടി കൂടുവിട്ടേറിങ്ങിരിക്കുന്നു. പണ്ട് ടീച്ചേഴ്സ് കുറെ വിളിച്ചു വരുത്തി വായിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു. പ്രസംഗമല്ല, ഒരു ന്യൂജൻ ആക്ടർ ഡയറക്ടറിന്റെ മൂവി കൂടിയാണ്. അല്ല, പുതുമുഖരായിട്ടുള്ള ആക്ടർ ഡയറക്ടർ ആരാണോ ആ ഒരു ആക്ടർ ഡയറക്ടർ അല്ലെങ്കിൽ ആ ഡയറക്ടർ നായകനായിട്ടുള്ള സിനിമ കൂടിയായിരുന്നു. നമ്മളൊക്കെ ഏജൻസികളാണെങ്കിൽ ന്യൂ ജെൻസ് ആണെങ്കിൽ എപ്പോഴും ഉപയോഗിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്ക് കൂടിയാണ്. സോ കൗണ്ട് ഡൗൺ ഇപ്പൊ മെല്ലെ തുടങ്ങുമ്പോൾ സോ 5 4 3 2 1 ടൈംസ് അപ്പ്. പുതുമുഖ ന്യൂ അല്ലെങ്കിൽ ഇപ്പത്തേലെ ആക്ടർ ഡയറക്ടർ എന്നുള്ള രാജുവേട്ടൻ മാത്രമേ വരുള്ളൂ. ആരൊക്കെ ഉണ്ട്? അതന്നെ ആളുടെ സിനിമയാണ്. ഓക്കെ, അല്ല, ആള് നായകനാണോ? ഗോദയിൽ സംവിധായകനല്ലേ? നായകൻ ടോവിനോ അല്ലേ? നായകനായിട്ട് വന്ന സിനിമ ഏതായിരുന്നു? നമ്മളൊരു കിടൽ ലുക്കിൽ വന്നാണ്. എന്ത് ലുക്ക് എന്ന് പറയാ? ഞാൻ ക്ലൂ മാക്സിമം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അനുവദിക്കുന്നതിനേക്കാൾ അപ്പുറം ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ ഏതാണ്ട് അവിടെ തെറ്റിച്ച് പറഞ്ഞ പോലെയാണ് എക്സ്പ്രഷൻ വരുന്നത്. ചെറുതായിട്ടൊക്കെ അല്ല, ഭാഗ്യത്തിനൊപ്പം നിർഭാഗ്യം വരണം, എന്നാൽ ആ ഒരു വേവ് ഒക്കെ കറക്റ്റ് കിട്ടുള്ളൂ. സോ ബാലൻസ് ചെയ്ത് കൊള്ളൂ. സോ തിരികെ അവിടെ നിൽക്കാം. അപ്പൊ ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അല്ലെ? കാരണം സ്ക്രാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു ഓപ്ഷൻ തരാം. ആ കാർഡ് ഈ റൗണ്ടിൽ സ്ക്രാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാനുണ്ട്. വേണമെങ്കിൽ ആ കാർഡ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇനി അതല്ല, ആ കാർഡിൽ ഭാഗ്യം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കാർഡ് ഞാൻ തരാം. എന്ത് വേണം? നേരെടുക്കാം. അതിൽ ഭാഗ്യമില്ല, ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അത് സ്ക്രാച്ച് ചെയ്തോളൂ. നോക്കി നോക്കാം അതിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മെല്ലെ ഭാഗ്യമല്ല, നിർഭാഗ്യമാണ് കൂടെ തുണച്ചത് എന്നുള്ളത് പറഞ്ഞിരിക്കും. കാരണം കാർഡ് അല്ലെങ്കിൽ ഉത്തരം തെറ്റിക്കൊണ്ട് ആ സമ്മാനം കിട്ടിയില്ല എന്നതിനേക്കാൾ ഇരട്ടി വിഷമാണ് നിങ്ങൾക്ക് ഇപ്പൊ നേടാൻ പോകുന്നത്. കാരണം എന്തായിരുന്നു? ഡബിൾ അപ്പ് ആയിരുന്നു എന്നുള്ളതാണ്. യെസ്, ഞാൻ വീണ്ടും പിന്നെയും ചോദിച്ചു, കാർഡ് വെക്കണോ കയ്യിൽ വെക്കണോ? ഇതുവരെ 3 ഉള്ളൂ. 4 അവസരം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് 625 രൂപയായിരുന്നു. അത് 1250 രൂപ എന്നുള്ള ഒറ്റയടിക്ക് കയറി പോകാനുള്ള അവസരമായിരുന്നു. നേരത്തെ ഉത്തരം പറയാൻ പറ്റാത്തേക്കാളും നിർഭാഗ്യം കാർഡ് ഉറച്ചപ്പോഴായിരുന്നു അല്ലെ? ഒറ്റപ്പുതിരും മുഖന്നോട്ട് ആ മുഖന്ന് ക്ലോസ് എടുക്കാവോ? പിന്നെ ചോദിച്ചപ്പോ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നു, വേണമെങ്കിൽ ഒന്ന് കാർഡ് മാറ്റാലോ എന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോ ഒറ്റ അല്ലെ
പക്ഷെ തീരുമാനങ്ങളിൽ നഷ്ടങ്ങൾ വന്നേക്കാം അല്ലെ? എപ്പോഴും നമുക്ക് ഭാഗ്യം തൊണ്ട ഇടുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഇതിവിടെ വെക്കട്ടെ, ഒരു ഓർമ്മയ്ക്ക് വെക്കട്ടെ. സോ നിങ്ങൾക്ക് എമൗണ്ട് ഇരട്ടിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. പക്ഷെ അത് അല്ലെ, അൺഫോർച്ചുനേറ്റ്ലി അത് മിസ്സായി. അതെ, അത് കാണണ്ട, തിരിച്ചു വെച്ചോളൂ. സോ അത് നിങ്ങൾക്ക് ഒരു കാർഡ് എടുക്കാം. വലിയ എമൗണ്ട് വരട്ടെ. ഇനി എടുത്തു, അതൊക്കെ വിട്ടു, പരിപാടി ഇപ്പോഴേ വിട്ടു. ചെറുതായിട്ടൊക്കെ ഒരു നിർഭാഗ്യം ഉണ്ടെങ്കിലും അടുത്തൊരു ഭാഗ്യത്തിന്റെ കാർഡ് കയ്യിൽ വെച്ചോട്ടാണ് നിൽക്കുന്നത്. ആ ചിരി തുടരട്ടെ. അടുത്ത റൗണ്ടിലേക്ക് പോകണം. അതിന് മുമ്പായിട്ട് 2 റൗണ്ട് തീരുമ്പോൾ 1250 ആവേണ്ടതായിരുന്നു, പക്ഷെ 625 തന്നെ നിൽക്കുകയാണ്. സോ അതൊക്കെ ഇരട്ടിക്കാനും കൂടുതലാക്കാനും അടുത്ത റൗണ്ട് സഹായിക്കട്ടെ. അപ്പൊ അതിനുള്ള ഭാഗ്യം കാർഡ് അവിടെ ഉണ്ട്. ആ ഭാഗ്യം കലയുടെ രൂപത്തിൽ കൂടി എത്രത്തോളം നിങ്ങളെ പരീക്ഷിക്കുന്നുള്ളത് നമുക്ക് നോക്കാം. റെഡി? സോ ഓൾറെഡി നിങ്ങൾ ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ എപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഏറ്റവും ഭംഗിയുള്ള ഒരു ചിത്രം വരയ്ക്കുന്ന പോലെയാണ് പെർഫോമൻസ്, അല്ല ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ്. അത് ഇവിടെ ബോർഡിൽ കൂടെ കാണണം. പക്ഷെ വരയ്ക്കേണ്ട സിനിമയുടെ ടൈറ്റിൽ തന്നെയായിരിക്കും. ആ സിനിമ പേരുകൾ ഞാൻ നേരത്തെ വന്ന പോലെ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ തരും, ആൾ വരയ്ക്കും, അവിടെ നിൽക്കുന്ന ആൾ ഗസ് ചെയ്യണം. ഓക്കെ, ആരാണ് ആദ്യം വരുന്നത്? ഓൾറെഡി ഭാഗ്യം പരീക്ഷിക്കാനുള്ള കാർഡ് അവിടെ ഉണ്ട്. സോ ആരാണ് ഇത് മറ്റേ ഇവിടെ നിന്ന് വിട്ടോ മറ്റേ ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലെയാണല്ലോ. നേരത്തെ ഇവിടെ വന്നു ആദ്യം വിസ്മയ അല്ലെ? സോ മകൾ വന്നുകൊണ്ട് അമ്മ വരട്ടെ. റെഡി? സിമ്പിള് അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ട് ആക്ച്വലി ഇതുവരെ ആർക്കും കിട്ടിയിട്ടുള്ളതാണ്. ഭയങ്കര ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും അല്ലെ? ഒന്ന് ആലോചിച്ചോ, ശബ്ദം ഒന്നും ഉണ്ടാക്കരുത്. എനിക്ക് അറിയാൻ മനസ്സിൽ ഇപ്പൊ എന്താ പോയിക്കൊണ്ടിരിക്കുന്നത്, ശബ്ദം ഒന്നും ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പൊ അതെ അതെ, പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും വരയിൽ കൂടി ഉണ്ടാവട്ടെ. ഞാൻ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് സ്റ്റുഡൻസ് ആയിരിക്കും. ഓക്കെ, റെഡി? സോ ടീച്ചറെ, കയ്യിൽ സബ്ജക്ട് ഉണ്ട്, അതെന്താന്നുള്ളത് വരച്ച് ഞങ്ങൾ സ്റ്റുഡൻസിന് മനസ്സിലാക്കി തരണം. ഞങ്ങൾക്ക് വിസ്മയ്ക്ക് അനുവദിക്കുന്ന സമയം 1 മിനിറ്റ് ആയിരിക്കും. റെഡി? ഓക്കെ ആണോ? ഓക്കെ ആണ്. വിസ്മയ ഓക്കെ അല്ലേ? റെഡിയാണ്. സോ ടീച്ചറെ, സമയം തുടങ്ങുകയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സൂര്യകാന്തി പൂവ് അല്ല, താഴോട്ടുണ്ട്. ആ, അല്ല അത് വരച്ചിട്ട് പൂച്ചയാണ് പറയാനുള്ളത്. അതെങ്ങനെയാണ് പൂച്ചയിലേക്ക് എത്തിയത്? ഓക്കെ, ആ ഓക്കെ, ആ ആനയാണ്. ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? പൂച്ചയല്ല, പറ്റിയല്ല. ആ, സിനിമയെ ബന്ധപ്പെട്ട ഏത് മൃഗമായിരിക്കും വരാൻ സാധ്യത? ആട്. ആടൊരു ഭീകരജീവിയാണ്. ആണോ? അല്ലെങ്കിൽ ആട് 1. ആ, പോരട്ടെ? കുറച്ചുകൂടി. ആ, ഇപ്പൊ എന്തിനാ വരച്ചത്? അപ്പോൾ ആലോചിക്കാനുള്ളതാണോ? ഓക്കെ, പെട്ടെന്ന്. ആ, ആട്. ആ, പുള്ളിപ്പുലിയും മാട്ടിൻകുട്ടിയും. അല്ല, വേറെ ചിന്തിച്ചേ. മലയാളത്തിന്റെ ഒരു ഹിറ്റ് ചിത്രമാണ് ആടുജീവിതം. അതല്ല, ഞാൻ അതൊക്കെ പോട്ടെ, ഉത്തരവ്. ഈ പോയ ലൈൻ എന്താണെന്നല്ലേ? ഞാൻ വിചാരിച്ചത് മരുഭൂമി ആയിരിക്കുന്നുള്ളത്. കാരണം മണ്ണ് പാവ ഇരുന്ന് മണ്ണ് വരച്ചോണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ല, ഞാൻ പിന്നെ അതാണ് പറഞ്ഞു വിചാരിച്ചു. ഇതൊക്കെ ഓട്ടെ, ഇതെന്താ സംഭവം? മണി, ആടിന്റെ മണി ഉണ്ടാവില്ല, കാലിനേക്കാൾ എത്തി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരാൾ ഗസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മുന്നോട്ടുള്ളതാണ്. പക്ഷെ ആടെന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെ, മലയാളത്തിന് എത്രത്തോളം പോയിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു. അപ്പൊ എന്തായാലും സോ കൺഗ്രാറ്റുലേഷൻസ്, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഞാൻ ഇവിടെ വന്നോളൂ. യെസ്, ഇനി അത് സ്ക്രാച്ച് ചെയ്തോളൂ. അപ്പൊ ഇത് വേറെ ഇരുന്ന് 3 അക്കത്തിൽ നിന്ന് മാറി അല്ലെ, ഒറ്റയടിക്ക് 4 അക്കത്തിലേക്ക് കൂടെ പോയിട്ടുണ്ട്. 1500 ആണ്. അപ്പൊ ഓൾറെഡി നമ്മൾ നേരത്തെ വെച്ച് ഉത്തരവുകൾ പറഞ്ഞ നിലയ്ക്ക് എനിക്ക് മനസ്സിലായി ഭാഗ്യം ഉണ്ട്. ഞാൻ അതല്ല, അത് വെച്ചിട്ട് ഉത്തരം പറഞ്ഞ സമ്മാനം കിട്ടിയില്ല. ഞാൻ അതാണ് യെസ്. അപ്പൊ എന്തായാലും അല്ലെ, $1500 കിട്ടിയിട്ടുണ്ട്. നമുക്ക് 625 ഉണ്ടായിരുന്നു. അപ്പൊ 2725 രൂപ അല്ലെ? യെസ്. അപ്പൊ നേരത്തെ സന്തോഷം അറിയാലേ, അതിനേക്കാൾ മേലെ പോയി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും 3rd റൗണ്ടിലെ കം ബാക്ക് അത്രയും സ്ട്രോങ് ആണ്. അത് തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പൊ ഇവിടെ വെക്കാലോ അല്ലെ? ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുക്കണം. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത റൗണ്ട് കൂടെ പോണം. വിസ്മയ ഇങ്ങോട്ട് വരണം. അതിനു മുമ്പായിട്ട് അതിനൊപ്പം കൂടെ കാർഡ് ഇരിക്കട്ടെ. ഓക്കെ, സോ വിസ്മയ വന്നോളൂ. ഇനി അടുത്ത ഡ്രോയിങ് ടീച്ചർ എവിടെയാണ്? സിമ്പിൾ ആണ് അല്ലേ? വെരി സിമ്പിൾ. ഓക്കെ, അപ്പൊ എന്തായാലും മനസ്സിലാലോചിച്ചു തുടങ്ങിക്കോളൂ. ഞാൻ മെല്ലെ നേരത്തെ പോലെ പോവും. അവിടെ ഉണ്ടാവും. സമയം അനുവദിക്കുമ്പോൾ വരച്ചു തുടങ്ങാം. ഓക്കെ,
എങ്ങനെയുണ്ട്? അവിടെ നിൽക്കുന്നതാണ് ഇവിടെ നിൽക്കുന്നതാണ് കുറച്ച് സുഖം? രണ്ടും ടെൻഷൻ തന്നെയാണ്. എങ്ങനെയാ വിസ്മയ? അവിടെ നിൽക്കുന്നതാണ് ഇവിടെ നിൽക്കുന്നതാണ് ഇവിടെ സുഖം? നിൽക്കുന്നതാണ് ടെൻഷൻ. അവിടെയാണ് പ്രശ്നം അല്ലേ? ഓക്കെ, റെഡി? സോ 3, 2, 1, here we go. ആന, ഒട്ടകം, പോട്ടെ. പ്രാവ്, ബ്രാവോ. കോഴി, കോഴി, ആ, മുന്നോട്ട്. ടീച്ചർ ഭാഷയിൽ പറഞ്ഞാലും മുന്നോട്ട് വരയ്ക്കുന്ന വരകളൊക്കെ മുന്നോട്ട് ആണ്. ആ, മരുഭൂമിയിലെ ആന, അല്ല, ആ, മരുഭൂമിയിൽ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? മൃഗങ്ങള്, യെസ്, അങ്ങനെ ചോദിക്കാം. ആ, മൃഗം, ആ, ആനയല്ല. പെട്ടെന്ന് ആലോചിച്ചോളൂ, കുതിര, സമയം കുതിര, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുതിര, യെസ്, യെസ്, മുന്നോട്ടുള്ള കുതിര. കുതിര, യെസ്, സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓടും കുതിര, തയ്യാറായിട്ടുണ്ട്. ഓടും കുതിര, ചാടും, ഓടും കുതിര, ആ, ചാടും കുതിര, ആ, ഉറപ്പിച്ചു പറഞ്ഞോ? കഴിഞ്ഞു. ഓടും കുതിര, ചാടും കുതിര. റൈറ്റ് ആൻസർ. ഇത് ഇതിലാണ് ചാട്ടം കിട്ടിയത്. ആണോ? കുതിര എന്ന് പറഞ്ഞപ്പോ പിന്നെ ഉള്ള വാക്കുകൾ കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും കൊള്ളാം. ഏറ്റവും ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ച വരയിലൂടെ തന്നെ കറക്റ്റ് അല്ലെ, രണ്ടാമത്തതും കൂടി കിട്ടിയിട്ടുണ്ട്. ആണ് അല്ലെ? സാറല്ലേ, കുഴപ്പമില്ല അല്ലെ? കാരണം ഓൾറെഡി നമുക്ക് 4ക്കും ഭംഗിയായിട്ട് കിട്ടി. നഷ്ടപ്പെടാനുള്ളത് ഇപ്പോഴും ഉണ്ടായിരുന്നു. നമുക്ക് ഓൾഗോണും അഫ്ഗോണും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ വില 50 ആയിരുന്നു. പക്ഷെ കംബാക്കിൽ തന്നെയായിരുന്നു ചെറിയ എമൗണ്ട്. അപ്പോൾ 2125 ആയിരുന്നു. 2175 അത് മാറുന്നുണ്ട്. സോ യെസ്, സോ കൺഗ്രാറ്റുലേഷൻസ് അല്ലെ? അപ്പൊ എന്തായാലും നല്ല ശ്രമങ്ങളായിരുന്നു, നല്ല വരകളായിരുന്നു. നിങ്ങൾ പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അല്ലെ 3 റൗണ്ട് പിന്നിടുമ്പോൾ 2175 എന്നുള്ള 4 അക്കത്തില് എത്തി. അപ്പൊ എനിക്കൊന്ന് രണ്ടാമത്തെ റൗണ്ടിൽ നമുക്കിത് ഇരട്ടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഇരട്ടിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്കത് അല്ലെ 4 അക്കത്തിന് 1500 കിട്ടില്ലായിരുന്നു. അപ്പൊ ആ നിർഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വലിയൊരു ഭാഗ്യത്തിന് മുമ്പുള്ള ഒരു സൂചന കൂടിയായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ? ഉണ്ട്. ഈ ഒരു എമൗണ്ട് മാത്രമായിരിക്കില്ല, സൂര്യ കോമഡിയെ കുറച്ചൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഇനി കുക്കിംഗ് അറിയാത്തവർക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാം. അതും ട്രഡീഷണൽ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഗ്രാവി റൂട്ട്സിന്റെ ഒനിയൻ സ്പൈസ് ആണ്. ആൻഡ് ലോകാമൃത് ബ്രഹ്മി ഹണി ഫോർ നാച്ചുറൽസ്, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. സോ നിങ്ങൾ കുറെ അധികം ഷോസ് ഒക്കെ ചെയ്തിട്ട് ക്ഷണിക്കുന്നില്ലേ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവട്ടെ. ഇനി പാചകം അറിയുന്നില്ല എന്നുള്ള പേടി വേണ്ട. ഖദീജ ഉണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്കും പാചകം ചെയ്യാം. സോ ഖദീജ ഫുഡ് പ്രോഡക്ട്സിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. കേരളത്തിലെ മികച്ച ഹാൻഡ് മെയ്ഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് നിർമ്മാതാക്കളായിട്ടുള്ള നിള ഹെർബൽസിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയാണ്. ഡെർമറ്റോളജി ടെസ്റ്റ് കൂടിയാണ്. ആൻഡ് ഫൈനലി EIQ കോസ്മെറ്റിക്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. പ്രത്യേകിച്ച് ക്ലൈമറ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. യാത്രകളിൽ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി അല്ലെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചർമ്മം സംരക്ഷിക്കപ്പെടട്ടെ EIQ കോസ്മെറ്റിക്സിലൂടെ. അപ്പൊ എന്തായാലും കുറെ അധികം ഗിഫ്റ്റുകൾ അല്ലെ, കൈ നിറയെ സമ്മാനങ്ങൾ, അതുപോലെ തന്നെ ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ സംഭവ ബഹുലായിരുന്നു, ഹാപ്പി ആയിരുന്നു അല്ലെ? അപ്പൊ എന്തായാലും നൃത്തത്തോടെ കുറെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഇന്ന് സൂര്യ കോമഡി സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ അല്ലെ. അറിവും ഭാഗ്യവും വരയിലൂടെ ഒക്കെ നമ്മൾ വിസ്മയിപ്പിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പുതിയ പുതിയ മത്സരാർത്ഥികളായിട്ട് ഈ അറിവിന്റെ ഭാഗ്യത്തിന്റെ വേദിയിൽ നമുക്ക് പിന്നെയും കണ്ടുമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ബൈ പറഞ്ഞാലോ? റെഡി?